ജീവനക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. വിമാന ജീവനക്കാരുടെ സമരം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കൽ തുടരുന്നു. അതേസമയം ഏതാനും സർവീസുകൾ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നടത്താനായത് വലിയ ആശ്വാസമായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെയുള്ള 6 സർവീസുകളിൽ 4 വിമാനങ്ങൾ റദ്ദാക്കി. 2 വിമാനങ്ങൾ പുറപ്പെട്ടു. ദുബായ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. അൽഐൻ, ജിദ്ദ, ദോഹ, സലാല എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനുള്ള 10 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇതേ തുടർന്ന് തിരിച്ചുള്ള സർവീസുകൾ ഉൾപ്പെടെ 20 വിമാന സർവീസുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാധിച്ചത്. വിമാനത്താവളത്തിനകത്തും പുറത്തും യാത്രക്കാരുടെയും അവരെ യാത്രയാക്കാൻ എത്തിയവരുടെയും പ്രതിഷേധവും ബഹളവും തുടർന്നിരുന്നു. വൈകുന്നേരം 7 മണിക്ക് ഫ്ലൈറ്റ് ഓപ്പൺ കണ്ടേരം ട്രാവൽസെല്ലാം പറഞ്ഞ് സലാലേക്കുള്ള ഫ്ലൈറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ സലാലേക്കുള്ള ടിക്കറ്റ് എടുത്തതാണ്. ഇവിടെ ഇന്ന് രാവിലെ എത്തിയവരെ അറിയുന്നത് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ക്യാൻസലാണ്. അങ്ങനെ ഇവിടെ ഫ്ലൈറ്റിലാണെങ്കിൽ നിൽക്കായി തിരിച്ചു പോയിട്ട് കണ്ണൂരേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടല്ലേ, ഇനിയിപ്പോൾ 16-ലേക്കാവും ഓക്കെ തന്നത്. ബോർഡിംഗ് പാസ് ലഭിച്ച ശേഷം യാത്ര റദ്ദാക്കിയ വിമാന സർവീസുമുണ്ട്. വിമാനം റദ്ദാക്കിയതറിയാതെ വിമാനത്താവളത്തിൽ എത്തുന്നവരും ഏറെയാണ്. വിവരം ലഭിക്കുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. സാധാരണ ഒരു ക്യാൻസൽ ആണെന്ന് ഒരു വിളിച്ച് പറയണം, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരണം. ഒന്നും തന്നില്ല. ഇത് ഇന്നലെ വന്ന ആൾക്കാർക്ക് ഇന്ന് ഡേറ്റ് കൊടുക്കും, അവർക്ക് പോലും വിളിച്ച് പറഞ്ഞില്ല. ഇന്ന് വന്ന ആൾക്കാർക്ക് നാളേക്ക് ഡേറ്റ് കൊടുക്കുന്നു, നാളേക്ക് കൺഫേം ഇല്ല, മറ്റന്നാൾക്ക് നോക്കാം, അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല. അതേസമയം യഥാസമയം വിവരമറിയാൻ വെബ്സൈറ്റ് വഴിയും വാട്സാപ്പ് നമ്പർ മുഖേനയും സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാവരെയും വിവരങ്ങൾ അറിയിക്കുന്നുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പറഞ്ഞു. ജോലി ആവശ്യാർത്ഥവും മറ്റുമായി നിശ്ചിത സമയത്ത് തന്നെ വിദേശ രാജ്യങ്ങളിൽ എത്തേണ്ടവരാണ് വിമാനം റദ്ദാക്കൽ മൂലം നാട്ടിൽ കുടുങ്ങുന്നത്. നമ്മൾ 11-ാം തീയതി നമ്മളെ വിസൻ്റെ കാലാവധി തീരുകയാണ്, ഡേറ്റ് തീരുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഫ്ലൈറ്റ് ഇല്ല, 11-ാം തീയതി പോകാമെന്നാണ് പറഞ്ഞത്. 11-ാം തീയതി നമ്മളെ ലീവ് തീരുകയാണ്. അപ്പോൾ ഒരു 11-ാം തീയതി 17-ാം തീയതി വരെ സമരം നടന്നുകൊടുക്കുകയെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെ 11-ാം തീയതി ടിക്കറ്റ് കിട്ടും നമുക്ക്? ഇന്ന് രാവിലെയും വിമാനത്താവളത്തിൽ പ്രതിഷേധം ഉയർന്നു. എയർ 1 ന്യൂസ്, കരിപ്പൂർ. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.